പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ CPIM-ഉം കോൺഗ്രസും രാഷ്ട്രീയം കളിക്കുന്നെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മാറ്റം യാത്രക്കാരെ ഒരു വിധത്തിലും ബാധിക്കില്ല. പാലക്കാട് ഡിവിഷനെ അക്ഷരാർത്ഥത്തിൽ വിഭജിച്ചത് ഒന്നാം UPA സർക്കാരാണ്. അന്ന് കോൺഗ്രസ് നേതാക്കൾ കാശിക്ക് പോയിരുന്നോ എന്നും കൃഷ്ണദാസ് ചോദിച്ചു. മംഗലാപുരം സ്റ്റേഷൻ മൈസൂർ ഡിവിഷനിൽ വേണ്ടെന്ന് DK ശിവകുമാറിനെ കൊണ്ട് പറയിപ്പിക്കാൻ KC വേണുഗോപാലിന് കഴിയുമോ എന്നും കൃഷ്ണദാസ് ചോദിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മാറിയതിനെ സംബന്ധിച്ച് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്ന ആരോപണം 100% അടിസ്ഥാനരഹിതവും കേവലം രാഷ്ട്രീയ പ്രേരിതവുമാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോടൊപ്പം ചേർന്നാലും മാറിയാലും റെയിൽവേ വികസന രംഗത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, യാത്രക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇതുമൂലം ഉണ്ടാകാനും പോകുന്നില്ല. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖില്, BJPയുടെ നിലപാട് ചോദിക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ പ്രചരണം CPIM-ഉം കോൺഗ്രസും ചേർന്ന് നടത്തുന്നു എന്നാണ് മറുപടി. ഒപ്പം തന്നെ പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് തിരിച്ചുവെക്കുന്നു. UPA സർക്കാരാണ് ഇതിന് തുടക്കമിട്ടത്. DK ശിവകുമാർ എന്തുകൊണ്ട് ഇതിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നതൊക്കെയാണ് ചോദ്യം. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ഇക്കാര്യത്തിൽ കോൺഗ്രസും CPIM-ഉം രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ നടത്തുന്നു എന്ന ആരോപണം തിരിച്ച് BJP ഉന്നയിക്കുന്നു എന്നതിനൊപ്പം ഈ മാറ്റം, അതായത് മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറ്റുന്നത് കൊണ്ട് യാത്രക്കാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് PK കൃഷ്ണദാസ് പറയുന്നത്. അപ്പോൾ തിരിച്ച് ഈ യാത്രക്കാരെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും ചരക്ക് നീക്കത്തിലൂടെയുള്ള വരുമാനം അതിൽ കുറവുണ്ടാവില്ലേ, അത് ഡിവിഷനെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മംഗലാപുരത്താണ് നിലവിൽ പാലക്കാട് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ പണം റെയിൽവേ നിക്ഷേപിക്കുന്നത്. അവിടെയാണ് ഈ പിറ്റ് ലൈനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതലുള്ളത്. ഈ മംഗലാപുരം ഒഴിവാക്കി പാലക്കാട് ഡിവിഷൻ മാത്രമാകുമ്പോൾ ഇവിടേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും റെയിൽവേയുടേത് എന്നടക്കമുള്ള ഒരു വിശദീകരണം കൂടിയാണ് PK കൃഷ്ണദാസ് പറയുന്നത്. അതിനൊപ്പം ഏറ്റവും കൂടുതലായി വിമർശനം ഉന്നയിക്കുന്നത് ഒന്നാം UPA സർക്കാരിനെതിരെയാണ്. കോൺഗ്രസും CPIM-ഉം ഒരുമിച്ച് ഭരിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിൽ കേരളത്തിലെ റെയിൽവേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അന്ന് 15 ലക്ഷവും 25 ലക്ഷവും ഒക്കെ മാത്രം ഒരു റെയിൽവേ സ്റ്റേഷൻ നൽകിയിരുന്ന ഇടത്ത് ഇപ്പോൾ 28 കോടി മുതൽ 58 കോടി വരെ BJP സർക്കാർ നൽകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അന്ന് ഈ പാലക്കാട് ഡിവിഷനെ വിഭജിച്ചത് ശരിക്കും UPA സർക്കാരായിരുന്നു. അന്ന് സേലം ഡിവിഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിരാഹാരം പ്രഖ്യാപിക്കുന്ന ഈ കോൺഗ്രസ് MP-മാർക്കൊന്നും അന്ന് ഒരു അരമണിക്കൂർ നിരാഹാര സമരം പ്രഖ്യാപിക്കാനോ ഇതിനെതിരെ പ്രതിഷേധിക്കാനോ കഴിഞ്ഞില്ലല്ലോ തുടങ്ങിയ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി PK കൃഷ്ണദാസ് ഉന്നയിക്കുന്നുണ്ട്.